നിങ്ങൾ ഒരു ഫ്ലിപ്കാർട്ട് യൂസർ ആണോ? അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ മെർച്ചന്റ് പാർട്ട്നേഴ്സ് ആയ മിന്ത്ര, ക്ലിയർ ട്രിപ്പ് എന്നീ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നവരാണോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഫ്ലിപ്കാർട്ട് SBIയുമായി ചേർന്ന് പുറത്തിറക്കിയ ഫ്ലിപ്കാർട്ട് SBI ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. എല്ലാവരും അവസാനം പറയുന്ന കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇതിന് ജോയിനിങ് ഫീയും ഉണ്ട്, ആനുവൽ ഫീയും ഉണ്ട്. ജോയിനിങ് ഫീ 500, ആനുവൽ ഫീ 500. പിന്നെ വെൽക്കം ബെനിഫിറ്റ് 250 രൂപയുണ്ട്. അത് നിങ്ങൾക്ക് കൂപ്പണായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ റിന്യൂവൽ ചാർജ് ഉണ്ട് കേട്ടോ. റിന്യൂവൽ ചാർജ് 500 ആണ്. അത് നമുക്ക് ഒഴിവായി കിട്ടും. ഒരു എക്സെപ്ഷൻ ഉണ്ട്. എങ്ങനെ? നമ്മൾ ഒരു ഇയറിൽ 3.5 ലാഖിന് മുകളിൽ പർച്ചേസ് ചെയ്താൽ നമുക്കത് ഒഴിവായി കിട്ടും. ഇനി അടുത്തതായി ക്യാഷ് ബാക്കുകളെ കുറിച്ച് പറയാം. ഫ്ലിപ്കാർട്ടിൽ 5%, മിന്ത്രയിൽ 7.5%, ക്ലിയർ ട്രിപ്പിൽ 12% ആണ് കിട്ടുക. അതേപോലെ സെലക്ടഡ് മെർച്ചന്റില് 4%, ബാക്കി എല്ലാ എലിജിബിൾ ആയിട്ടുള്ള സ്പെൻഡിലും 1% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ പ്രത്യേകം ഒരു കാര്യം നോട്ട് ചെയ്യുക, ഫ്യൂൽ സ്പെൻഡിന് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്യൂവലിന് ക്യാഷ് ബാക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ 500-ന് കുറവ് നമ്മൾ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് 1% സർചാർജ് കൊടുക്കണം. പക്ഷെ 500-ന്റെയും 4000-ന്റെയും ഇടയിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഫ്യൂൽ റീഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർചാർജ് റെഡ്യൂസ് ചെയ്യും. 700-ൽ കൂടുതൽ സിബിൽ ഉള്ളവർ ഈ കാർഡിന് അപ്ലൈ ചെയ്താൽ കിട്ടാൻ പോസിബിലിറ്റി കൂടുതലാണ്.